യെസ് മക്കളെ, ഗുഡ് മോർണിംഗ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. എങ്ങനെ ആൽഡിഹൈഡുകളെയും കീറ്റോണുകളെയും ഒരുമിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള മെത്തേഡുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആൽഡിഹൈഡിൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ, കീറ്റോണിൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനൊക്കെ വരാനുണ്ടെന്ന്. അതാണ് ഇനി നമ്മൾ കാണുന്നത്. ഹെഡിങ് എഴുതിക്കോളൂ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. ഇനി നമ്മൾ പറയുന്ന മെത്തേഡുകളിലൂടെ ആൽഡിഹൈഡുകൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. നേരത്തെ പറഞ്ഞതിൽ ആൽഡിഹൈഡും ഉണ്ടാക്കാമായിരുന്നു, ചിലപ്പോൾ കൂട്ടത്തിൽ കീറ്റോണും ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇനി പറയുന്ന മെത്തേഡുകളിൽ ആൽഡിഹൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ എഴുതിയേ? മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ആൽഡിഹൈഡ്സിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ 4 ഹെഡിങ് ആണ് ഇതിൽ വരാനുള്ളത്. 1, 2, 3, 4 എഴുതി വെച്ചോട്ടാ. 1, 2, 3, 4 ഹെഡിങ്സ് ഇതിൽ വരാനുണ്ട്. ഒന്നാമത്തത് ഫ്രം ആസിഡ് ക്ലോറൈഡ്. എന്താ മക്കളെ? ഫ്രം ആസിഡ് ക്ലോറൈഡ്. 2 ഫ്രം, ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. 2 ഫ്രം നൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തത് ഫ്രം ടൊളുവിൻ. എന്താ മക്കളെ? ഫ്രം ടൊളുവിൻ ആണ്, ടൊളുവിൻ. 4 ഫ്രം ബെൻസീൻ. ബെൻസീനിൽ നിന്ന് എങ്ങനെ ഒരു ആൽഡിഹൈഡ് ഉണ്ടാക്കാം? ഈ 4 നമ്മൾ ഇനി ബോർഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരുന്നോളണേ. 4 സിമ്പിൾ റിയാക്ഷൻസ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ആളെ എടുത്തെഴുതൂ. 1 ഫ്രം, എവിടെ ആയിരുന്നു? ആസിഡ് ക്ലോറൈഡ്. ഫ്രം ആസിഡ് ക്ലോറൈഡ് എന്നെടുത്തെഴുതുക. ആസിഡ് ക്ലോറൈഡിൻ്റെ ഫോർമുല മക്കളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. RC+OCl എന്നതാണ് ആസിഡ് ക്ലോറൈഡിൻ്റെ ഫോർമുല. അറിയുന്നവർ മനസ്സിലാക്കി വെക്കുക, അറിയാത്തവർ ഒന്ന് എഴുതി വെക്കുക. RC+OCl എന്നതാണ് ആസിഡ് ക്ലോറൈഡിൻ്റെ ജനറൽ ഫോർമുല. ആസിഡ് ക്ലോറൈഡ് മക്കളെ ആദ്യത്തെ പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കോളൂ. റിയേജൻറ്റ്. ആദ്യത്തെ പോയിന്റ് ആക്കിയിട്ട് റിയേജൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആസിഡ് ക്ലോറൈഡിൽ നിന്ന് നമുക്ക് ആൽഡിഹൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജൻറ്റിന് ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്നാണ് പേര് പറയാം. എന്താണ്? ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്നാണ് പേര് പറയുക. റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല സാർ എന്താണ് ഈ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്? ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കെമിക്കൽ ഫോർമുല ഉണ്ടാവുമല്ലോ. അതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ്? പലേഡിയം ബാർ BaSO4. എന്താ മക്കളെ? പലേഡിയം ബാർ BaSO4. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് BaSO4 എന്നാണ് വായിക്കേണ്ടത്. പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് BaSO4 എന്നാണ് അത് വായിക്കേണ്ടത്. ചിലപ്പോൾ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ആയിട്ട് പലേഡിയം ബാർ കാർബൺ എന്നും കാണാറുണ്ട്. ടെക്സ്റ്റിൽ ഇയാളെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് +1 പറഞ്ഞിട്ടുള്ളത്. പലേഡിയം ബാർ കാർബണിനെ ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് ടെക്സ്റ്റ് ഉപയോഗിച്ചത് +1. +2 പലേഡിയം ബാർ BaSO4 എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് രണ്ടും ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഒരു ആസിഡ് ക്ലോറൈഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആൽഡിഹൈഡ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ് ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ്. ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല പലേഡിയം ബാർ BaSO4 ആണ്, അല്ലെങ്കിൽ പലേഡിയം ബാർ കാർബൺ ആണ്. നിങ്ങൾ ഇയാളെ കാണാനേ സാധ്യതയുള്ളൂ. ഇനി വല്ലപ്പോഴും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചില്ല എന്ന് പറയരുത് എന്ന് എഴുതിയിട്ടാണ് ഞാനതിവിടെ പറഞ്ഞത്. അടുത്തൊരു പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കോളൂ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് റോസൻമൺസ് റിഡക്ഷൻ. എന്താ വിളിക്കുക? റോസൻമൺസ് റിഡക്ഷൻ എന്നാണ് ഈ റിയാക്ഷനെ പേര് വിളിക്കുക. റോസൻമൺസ് റിഡക്ഷൻ എന്നാണ് പേര് വിളിക്കുക. ഒരു നെയിം റിയാക്ഷൻ ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ റോസൻമൺസ് റിഡക്ഷൻ ഇമ്പോർട്ടൻറ്റുകളുടെ കൂട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്. ശരിക്കും പഠിച്ചു വെച്ചോളണം. കുറച്ച് റിയാക്ഷൻസ് ഞാൻ അങ്ങനെ പറയും. ഇമ്പോർട്ടൻറ്റുകളുടെ കൂട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് അതാരാന്ന് വെച്ചാൽ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ എല്ലാ നെയിം റിയാക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോളണം റോസൻമൺസ് റിഡക്ഷൻ. ഇനി നമ്മൾ റിയാക്ഷൻ എഴുതാൻ പോവാണ്. റിയാക്ഷൻ സിമ്പിളാണ്.
നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസിഡ് ക്ലോറൈഡിൽ നിന്ന്, RC∼OCl, ശരിയല്ലേ? ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ആൽഡിഹൈഡ് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. ആരോ മാർക്കിന് മുകളിൽ കണ്ടു പലേഡിയം ബാർ BaSO4 എന്ന് കണ്ടു. പലേഡിയം ബാർ BaSO4 സിമ്പിളാണ്, നിങ്ങൾക്കറിയാം. പലേഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണല്ലോ. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു ഹൈഡ്രജൻ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള കാറ്റലിസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലോറിൻ അവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് പകരം ഒരു ഹൈഡ്രജൻ കയറി നിൽക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാകും ഫോർമുല? RC∼OH എന്ന് ഫോർമുല കിട്ടും അല്ലേ? ക്ലോറിൻ അവിടെ നിന്നാണ് പോകും, പകരം ഒരു എച്ചിനെ കയറ്റി നിർത്തും. എച്ചിനെ കൊടുത്തത് ആരാണ്? പലേഡിയമാണ്. BaSO4ൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ സമയം പോകുമെന്ന് എഴുതിയിട്ട് പറയാതിരിക്കുന്നതാണ്, എന്നാലും ഒരു ഒറ്റയടിക്ക് പറയാം. സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന ആളാണ് പോയിസൺ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സർഫസ് കെമിസ്ട്രി. ഇവിടെ BaSO4ൻ്റെ ഫംഗ്ഷൻ ഇയാൾ പോയിസൺ ആയിട്ട് വർക്ക് ചെയ്യുക എന്നതാണ്. ഇയാൾ ഇവിടെ എന്തിനാണ് ആക്ടിവിറ്റി കുറച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഓക്സിജനിലെ അയാളെയും കൂടി എന്ത് ചെയ്യും? അത് റിഡക്ഷൻ നടത്തിയിട്ട് OH ആക്കി മാറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു OH വരുമായിരുന്നു. അപ്പോൾ ആ ഒരു റിഡക്ഷനിൽ നിന്ന് ഇയാളെ രക്ഷിക്കാനാണ് BaSO4നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പലേഡിയത്തിൻ്റെ ആക്ടിവിറ്റിയിൽ കുറച്ചൊന്ന് കുറയും. അങ്ങനെ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്ന ആളുകളാണ് പോയിസൺ എന്ന് പറഞ്ഞാലും കെമിസ്ട്രിയിൽ ഉപകാരം ഉള്ള ആളുകൾ തന്നെയാണ് കേട്ടോ, മനസ്സിലായില്ലേ? ഇവിടെ ഈ പോയിസൺ ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടൂലായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടാൻ തന്നെയാണ് കെമിസ്ട്രിയിൽ നമ്മൾ പോയിസൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ തുടങ്ങിയത് ആസിഡ് ക്ലോറൈഡിൽ നിന്നാണ്, അവസാനിച്ചത് എവിടെയാണ്? ആൽഡിഹൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൽഡിഹൈഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് ഫ്രം ആസിഡ് ക്ലോറൈഡ്. മനസ്സിലായല്ലോ? ഈ R എന്നത് ആൽക്കിൽ ഗ്രൂപ്പാണ്. അതിനി എല്ലാ എക്സാമ്പിളിലും ഇനി അത് പറയാൻ നിൽക്കുന്നില്ല. R എന്നതിന് പകരം ഒരു CH3 എന്നോ അല്ലെങ്കിൽ CH3CH2 എന്നോ ആരും വരാം. ആര് വന്നാലും R ഗ്രൂപ്പിൽ മാറ്റമൊന്നും ഇല്ലല്ലോ. ഇവിടെ തുടങ്ങിയപ്പോഴും R ആണ്, ഇവിടെ തുടങ്ങിയപ്പോഴും കഴിഞ്ഞപ്പോഴും R ആണ്. പിന്നെ R ഗ്രൂപ്പിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ഇനി അത് ആര് വന്നാലും നമ്മളെ ബാധിക്കുന്നതിൽ വിഷയമല്ല. രണ്ടാമത്തത് എന്തായിരുന്നു? ഫ്രം നൈട്രൈൽ അല്ലേ? ഫ്രം എഴുതിക്കോളൂ, ഫ്രം നൈട്രൈൽ. എന്താ മക്കളെ നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ? RC∼N. RC∼N. ഇയാളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? നൈട്രൈൽ എന്ന് പേര് വിളിക്കുക. RC∼N. ഇതിനെയാണ് നൈട്രൈൽ എന്ന് പേര് വിളിക്കുക. നൈട്രൈൽ എന്ന് പേര് വിളിക്കുന്നത് RC∼N ആണ്. CN എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നമ്മളതിനെ സയനൈഡ് എന്നാണല്ലോ വിളിക്കുക. അപ്പോൾ CN ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ആളുകളെയാണ് നമ്മൾ നൈട്രൈൽസ് എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞ അതേ ട്യൂണിൽ നമുക്ക് പറയാം റിയേജൻറ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആരാണ്, അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? പഠിച്ചു വെച്ചോട്ടോ. SnCl2 + HCl ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ശരിക്കും പഠിച്ചു വെച്ചോളണം, ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചോളൂ. റിയേജൻറ്റുകൾ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം ഈ റിയേജൻറ്റും ഇനി ഞാൻ പറയാൻ പോകുന്ന റിയാക്ഷൻ ഒരു പേരുണ്ട്, ആ പേരും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ പേര് ആവണമെങ്കിൽ നിങ്ങൾ ഈ റിയേജൻറ്റ് തന്നെ ഉപയോഗിക്കണം. അതെന്താണെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത താഴെ എഴുതിക്കോളൂ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സ്റ്റിഫാൻസ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റിഫാൻസ് റിയാക്ഷൻ എന്ന് കണ്ടാലും സെയിം ആണ് കേട്ടോ. സ്റ്റിഫാൻസ് റിഡക്ഷൻ എന്നാണ് ഇതിനെ പറയുക. സ്റ്റിഫാൻസ് റിഡക്ഷൻ. മക്കളെ ഇനി ഞാൻ റിയാക്ഷൻ എഴുതാൻ പോവാണ്. RC∼N. ആരോ മാർക്കിന് മുകളിൽ SnCl2 ബാർ HCl, പിന്നെ താഴെ ആരെയും കാണാമെന്നറിയോ? H3O+ എന്ന് കാണാം. H3O+ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹൈഡ്രോളിസിസ് എന്നാണ്. H3O+ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹൈഡ്രോളിസിസ് എന്നാണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ കുറച്ച് SnCl2 ബാർ HCl എന്ന റിയേജൻ്റ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. ഇനിയിപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിലും റിയാക്ഷൻ സെയിം ആണ്. അവിടെ H3O+ വന്നു കഴിഞ്ഞാൽ വേറെന്തോ പ്രൊഡക്റ്റായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കാനാണ് ഞാൻ അയാളെ കൂടി ഇവിടെ പറഞ്ഞത്. എന്ത് സംഭവിക്കും? ഒന്നും നോക്കാനൊന്നുമില്ല. നമ്മുടെ പ്രൊഡക്റ്റ് RCHO എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. RCHO ആൽഡിഹൈഡ് കിട്ടും. സയനൈഡ് ഗ്രൂപ്പിലെ ട്രിപ്പിൾ ബോണ്ടൊക്കെ പൊട്ടിയിട്ട് ഡബിൾ ബോണ്ട് O എന്നായി മാറും. അതാണല്ലോ ഈ CO. CHO എന്നതിലെ C∼OH എന്നാണല്ലോ. ഈ C∼OH എന്നതിനെ ഷോർട്ടാക്കി എഴുതിയതാണ് കേട്ടോ ഈ CHO. അപ്പോൾ നൈട്രൈലാണ് റിയാക്റ്റൻ്റ്, കിട്ടിയ പ്രൊഡക്റ്റ് ആൽഡിഹൈഡാണ്.
നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, റിയേജൻറ്റിനെ പഠിച്ചു വെക്കണം എന്ന്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ റിയേജൻറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ ഈ റിയാക്ഷനെ സ്റ്റീഫാൻസ് റിഡക്ഷൻ എന്ന് പേര് വിളിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ? ഈ റിയേജൻറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ ഈ റിയാക്ഷനെ സ്റ്റീഫാൻസ് റിഡക്ഷൻ എന്ന് പേര് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾ കണ്ടു, ആരോ മാർക്കിന് മുകളിൽ SnCl2/HCl എന്ന് കണ്ടു. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ആളുണ്ടാവില്ല, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ എ എന്തായിരിക്കും? ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ. ഏതാണ് റിയാക്ഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു വഴിയാണ് ഈ റിയേജൻറ്റ്. ഈ റിയേജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് റിയാക്ഷൻ ഈസ് സ്റ്റീഫാൻസ് റിഡക്ഷൻ. ആ റിയേജൻറ്റിന് പകരം വേറെ ഏതെങ്കിലും റിയേജൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമായിരിക്കും, പക്ഷെ ആ റിയാക്ഷനെ നമ്മൾ സ്റ്റീഫാൻസ് റിഡക്ഷൻ എന്ന് പേര് വിളിക്കൂല. ആ പേരങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റിയേജൻറ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത്. എഴുതിക്കോളൂ. ദ സെയിം റിയാക്ഷൻ ഈസ് ഓൾസോ ഗിവൺ ബൈ അതായത് ഒരു RCN-നെ RCHO ആക്കി മാറ്റുന്ന സെയിം റിയാക്ഷൻ നടത്താൻ ആർക്ക് പറ്റും? ഡൈബാൽ എച്ചിന് പറ്റും. ഡൈബാൽ എച്ച് പുതിയൊരാളായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എഴുതി വെച്ചോളൂ. ഡൈബാൽ എച്ചിന് പറ്റും. ഓൾസോ എന്താ ഞാൻ പറഞ്ഞത്? ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ ഗിവൺ ബൈ ഡൈബാൽ എച്ച്, കോമ ഇട്ടിട്ട് എഴുതൂ. But it is not called as Stephan's reduction. ഡൈബാൽ എച്ചിന് ഇതേ റിയാക്ഷൻ തരാൻ പറ്റും എന്ന് കരുതി അതിന് സ്റ്റീഫാൻസ് റിഡക്ഷൻ എന്ന് പേര് വിളിക്കാൻ പറ്റില്ല. എന്താ കാര്യം? സ്റ്റീഫാൻസ് റിഡക്ഷൻ ആവണമെങ്കിൽ ഈ റിയേജൻറ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ റിയേജൻറ്റിന് പകരം വേറൊരു റിയേജൻ്റാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്, ഡൈബാൽ എച്ച്. എന്താണ് ഡൈബാൽ എച്ച് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ താഴെ ഇനി ഡൈബാൽ എച്ചിൻ്റെ ഫുൾ ഫോം എഴുതി വെച്ചോ. ഡൈബാൽ എച്ച് എന്ന് ഒരിക്കൽ കൂടി എഴുതിയിട്ട് അതിൻ്റെ ഹൈഫൺ ഇട്ടിട്ട്, ഡൈബാൽ എച്ച് എന്ന് ഒരിക്കൽ കൂടി എഴുതി ഹൈഫൺ ഇട്ടിട്ട് എന്താണ് അതിൻ്റെ ഫുൾ ഫോം എഴുതി വെച്ചോളൂ. ഡൈ ഐസോബ്യൂട്ടൈൽ എഴുതിക്കോ. ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഡൈബാൽ എച്ച് ആയല്ലോ. എന്താണ്? ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഡൈ ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. അപ്പം ഞാൻ അതിൻ്റെ റിയാക്ഷൻ കാണിച്ചു തരാം. നേരത്തെ R എന്ന് ഉപയോഗിച്ചതിന് പകരം ഞാനൊരു എക്സാമ്പിളായിട്ട് CH3 എന്ന് എടുത്തിട്ടുണ്ട്. CH3CN എന്ന് നിങ്ങൾ കണ്ടു. ആരോ മാർക്കിന് മുകളിൽ ഡൈബാൽ എച്ച് എന്ന് കണ്ടു. ഡൈബാൽ എച്ച് എന്നത് ഇങ്ങനെ ഷോർട്ട് ലെറ്ററിൽ കാണാൻ സാധ്യതയില്ല, ക്യാപിറ്റൽ ലെറ്ററിലേ കാണാൻ സാധ്യതയുള്ളൂ. ഡൈബാൽ എച്ച് എന്ന് നിങ്ങൾ കണ്ടു. ഡൈബാൽ എച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞ്, സ്റ്റീഫാൻസ് റിഡക്ഷനിൽ എന്താണോ റിയാക്ഷൻ അത് തന്നെയാണ് ഇവിടെയും റിയാക്ഷൻ. അതായത് CH3CN എന്നത് CH3CHO എന്നായി മാറും. CN എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനാണല്ലോ ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ CHO എന്നായി മാറും. ആ CH3 ഗ്രൂപ്പിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഈ റിയാക്ഷനെ സംഭവത്തിൽ നൈട്രൈൽ ആൽഡിഹൈഡായി മാറുന്ന റിയാക്ഷൻ ആണെങ്കിലും സ്റ്റീഫാൻസ് റിഡക്ഷൻ എന്ന് പേര് വിളിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? റിയേജൻറ്റ് ഉപയോഗിച്ചത് SnCl2/HCl അല്ലാത്തത് കൊണ്ട്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും ഒരു നെയിം റിയാക്ഷനും അയാളുടെ റിയേജൻറ്റും തമ്മിലൊരു വൺ ആൻഡ് ഓൺലി റിലേഷൻ ആയിരിക്കും. SnCl2/HCl എന്ന് പറയുമ്പോഴേക്കും സ്റ്റീഫാൻസ് റിഡക്ഷൻ എന്നും SnCl2/HCl എന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതാണ് ഈ വൺ ആൻഡ് ഓൺലി റിലേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കും. മൂന്നാമത്തത് എഴുതിക്കോളൂ. ഫ്രം ടൊളുവിൻ. മൂന്നാമത്തത് ഫ്രം ടൊളുവിൻ ആരാണ് എന്നറിയാത്തവരെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ടൊളുവിൻ ആരാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരും. ആരറിയോ മക്കളെ നിങ്ങൾക്ക്? ടൊളുവിൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച ഭാഷ മീഥൈൽ ബെൻസീൻ എന്നതാണ്. മീഥൈൽ ബെൻസീനെ നമ്മൾ ഓമനിച്ച് വിളിക്കുന്ന കോമൺ നെയിമാണ് എന്ത്? ടൊളുവിൻ. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോട്ടോ. മീഥൈൽ ബെൻസീൻ ഇതാണ് മീഥൈൽ ബെൻസീൻ. ഒരു ബെൻസീനിൽ ഒരു CH3 ഗ്രൂപ്പ് വരിക, അപ്പോൾ അതിനെ മീഥൈൽ ബെൻസീൻ എന്ന് പേര് വിളിക്കാമല്ലോ. ഇതിനെയാണ് ടൊളുവിൻ എന്ന് ഞാൻ ഓമന പേര് വിളിച്ചത്. ഇതിൻ്റെ കോമൺ നെയിമാണ് ടൊളുവിൻ. ആരും എഴുതല്ലേ, എനിക്ക് 2-3 കാര്യങ്ങൾ അതിന് മുമ്പ് എഴുതാനുണ്ട്. അപ്പോൾ ടൊളുവിനിൽ നിന്ന് നമ്മൾ ഇനി എന്തുണ്ടാക്കാൻ പോവാണ്? പറ. ടൊളുവിനിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കോളൂ റിയേജൻറ്റ് ആരാന്ന് എഴുതിക്കോളൂ. റിയേജൻറ്റ് നമ്മുടെ സ്ഥിരം സ്വഭാവം അങ്ങനെയാണല്ലോ. എല്ലാ റിയാക്ഷൻ്റെയും റിയേജൻ്റ് ആണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. റിയേജൻറ്റ് മക്കളെ ശരിക്കും ശ്രദ്ധിച്ച് കണ്ടോളണേ.
CrO2Cl2 ബാർ CrO2Cl2 ബാർ CS2. ഒന്ന് പഠിച്ചു വെച്ചോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. CrO2Cl2 ബാർ CS2. CrO2Cl2 എന്ന ഇയാളാണ് ഇവിടുത്തെ റിയേജൻറ്റ്. CS2 എന്നത് ഒരു വെറും സോൾവെൻ്റ് ആണ്. സോൾവെൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഉപ്പ് ഉപയോഗിക്കേണ്ടിടത്ത് നമ്മൾ ഉപ്പ് വെള്ളം ഉപയോഗിച്ചാൽ, ഉപ്പ് വേണ്ടിടത്ത് ഉപ്പ് വെള്ളം ഉപയോഗിച്ചാൽ ആ വെള്ളത്തിന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. ഉപ്പ് വേണ്ടിടത്താണ് നമ്മൾ ഉപ്പ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപ്പ് തന്നെയാണ് നമ്മളെ ലക്ഷ്യം. ആ വെള്ളം എന്നതൊരു എന്താണ്, മിയർലി ഒരു സോൾവെൻ്റ് മാത്രമാണ്. CrO2Cl2വിന് നിൽക്കാനുള്ള ഒരു സ്പേസാണ് CS2 എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ പഠിച്ചു വെച്ചോ, CrO2Cl2 ബാർ CS2 പ്ലസ് ഹൈഡ്രോളിസിസ് എന്ന് കൂടി എഴുതി വെച്ചോ. ഹൈഡ്രോളിസിസ് ഇല്ലാതെ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് അല്ല, പ്ലസ് ഹൈഡ്രോളിസിസ്. അപ്പോൾ എന്താണ് ഹൈഡ്രോളിസിസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക, ശ്രദ്ധിച്ച് കണ്ടോളണേ. ആരോ മാർക്കിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് ഞാൻ ആ കാണുന്ന റിയേജൻറ്റുകൾ മുഴുവനായിട്ട് എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ആരും റിയാക്ഷൻ എഴുതല്ലേ, റിയേജൻറ്റ് മാത്രം എഴുതിയാൽ മതി. ഒരു കാര്യം വിട്ടുപോയത്, അടുത്ത താഴെ എഴുതിക്കോളൂ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇറ്റാഡ്സ് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇറ്റാഡ്സ് റിയാക്ഷൻ. ഇറ്റാഡ് ഒരു പുതിയ പേരാണ്, ഇറ്റാഡ്സ് റിയാക്ഷൻ. ടൊളുവിനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റാഡ്സ് റിയാക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിയേജൻറ്റ് മനസ്സിലുണ്ടാവണം. ഇറ്റാഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ ഇയാളാണ് റിയേജൻറ്റ്. അത് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഇയാൾ ആണോ റിയേജൻറ്റ്, ആ റിയാക്ഷൻ ഇറ്റാഡ്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ആ തന്നിരിക്കുന്ന എല്ലാ റിയേജൻറ്റുകളെയും ഞാനിവിടെ ഇങ്ങനെ എഴുതാൻ പോവാണേ. CrO2Cl2 ബാർ CS2 ആയില്ലേ. ഹൈഡ്രോളിസിസ് ഉണ്ട് അല്ലേ. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ H3O+ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. H3O+ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, H2O ബാർ H+ എന്ന് തന്നെയാണ്. H2O ബാർ H+ എന്നാണ്. ഇങ്ങനെ H2O ബാർ H+, അതിനെ ഒന്നിച്ചെഴുതുമ്പോഴാണ് H3O+. കുഴപ്പമില്ല, എങ്ങനെ കണ്ടാലും ഒരുപോലെ. എന്ത് സംഭവിക്കും, ഇവിടെ ആൽഡിഹൈഡ് ഉണ്ടാകും. നമ്മുടെ ഹെഡിങ് അതാണല്ലോ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആണല്ലോ. അപ്പോൾ ഈ CH3 എന്ന ഗ്രൂപ്പ് അങ്ങോട്ട് എന്തായി മാറും, ബെൻസീൻ റിങ്ങിന് ഒരു മാറ്റവും ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ ഉണ്ടാകും. മുകളിലുള്ള CH3 എന്നത് CHO ആയി മാറും. കിട്ടുന്ന സാധനം ബെൻസാൽഡിഹൈഡ്. എന്താണ്, ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് പഠിച്ചോ. അപ്പോൾ ടൊളുവിൻ എന്ന മീഥൈൽ ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജൻ്റ് ആണ് CrO2Cl2 ബാർ CS2 ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇറ്റാഡ്സ് റിയാക്ഷൻ. പഠിച്ചല്ലോ, ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇറ്റാഡ്സ് റിയാക്ഷൻ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഫ്രം ബെൻസീൻ. ഫോർത്ത് വൺ ഈസ് ഫ്രം ബെൻസീൻ. ബെൻസീനിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽഡിഹൈഡ് ഉണ്ടാക്കാം? ഫ്രം ബെൻസീനിൽ നിന്ന് എങ്ങനെ ആൽഡിഹൈഡ് ഉണ്ടാക്കാം? ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ റിയേജൻറ്റിനെ ആദ്യം ഒന്ന് പരിചയപ്പെട്ട് വെച്ചോ. വെച്ചോട്ടാ. റിയേജൻറ്റുകൾ വളരെ സിമ്പിളാണ്, പക്ഷേ കുറച്ചധികം പറയാനുണ്ട്. റിയേജൻറ്റുകൾ ഒന്ന് നോക്കി വെക്കാനുണ്ട് മക്കളെ. നമ്മളെല്ലായിടത്തും റിയേജൻ്റ് ആണല്ലോ ആദ്യം എഴുതി. അപ്പോൾ ബെൻസീനിൽ നിന്ന് നമ്മൾ ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള റിയേജൻസ്. മക്കളെ, നിങ്ങളോടൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട്. 4 റിയേജൻറ്റുകൾ ഇവിടെ ഉപയോഗിക്കണം. 1, 2, 3, 4. എല്ലാവരും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഈ 4 റിയേജൻറ്റും ഒരുമിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. ആരൊക്കെയാണ് 4 റിയേജൻ്റ് എന്ന് നോക്കിക്കോട്ടെ. 1 കാർബൺ മോണോക്സൈഡ്. ആരാ മക്കളെ? 1 കാർബൺ മോണോക്സൈഡ്. 2 HCl. രണ്ടാരാണ്? HCl. മൂന്നാമത്തത് അൻഹൈഡ്രസ് AlCl3. എപ്പോഴും കാണുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് അല്ലേ, അൻഹൈഡ്രസ് AlCl3. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് CuCl. മാറിപ്പോകരുത്. ബെൻസീനിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ നമ്മൾ ഈ പറയുന്ന 4 റിയേജൻറ്റും വേണം. നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഇങ്ങനെ ദേഷ്യം തോന്നുന്നുണ്ടാവും, വണ്ടാര ഇയാൾ ഓരോന്ന് പറഞ്ഞതൊക്കെ ഞങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. എടാ മോനെ, ദേഷ്യമൊന്നും തോന്നല്ലേടാ, ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലല്ലോടാ. നമ്മൾ തന്നെയല്ലേ പഠിക്കാനുള്ളത്. അങ്ങനെയൊക്കെ തന്നെയല്ലേ കഴിഞ്ഞ വർഷത്തും അതിന് മുമ്പത്തെ വർഷമുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു പോയത്. അങ്ങനെയാണ് എല്ലാവരും പഠിച്ചത്. നിങ്ങളും പഠിക്ക്. എല്ലാവരും ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പഠിച്ചിട്ട് പോകും. അതാ രൂപത്തിൽ നിങ്ങളും അങ്ങോട്ട് പഠിച്ചോളൂ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ്. റിയാക്ഷൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്ന് മൂഡ് വന്നോളൂ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ.
എങ്ങനെയുണ്ട്? പേര് കൂടി കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മൂഡായിട്ടുണ്ടാകും ഇതൊന്ന് പഠിക്കാൻ. ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. ഇനി അതിനെ പല രൂപത്തിൽ വായിക്കുന്ന ആളുകളുണ്ടാവും. ഗെറ്റർമാൻ കൊച്ച് റിയാക്ഷൻ എന്നൊക്കെ വായിക്കുന്നവരുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും എന്ത് വായിച്ചാലും എഴുതേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ എന്ന് വായിക്കാനാണ് എനിക്കിഷ്ടം. എന്താണ് സംഭവം? സിമ്പിളാണ് മക്കളെ. ഒരു ബെൻസീൻ വരയ്ക്കുക. എന്തുകൊണ്ടാണ് ബെൻസീൻ വരച്ച്? ഫ്രം ബെൻസീൻ എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ബെൻസീനിൽ നിന്നാണ് ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നത്. ആരോ മാർക്കിന് മുകളിൽ ഞാൻ ഈ പറഞ്ഞ 4 ആളുകളെ എഴുതണം. ശ്രദ്ധിച്ചു കണ്ടോ? കാർബൺ മോണോക്സൈഡ് ബാർ HCl, അൻഹൈഡ്രസ് AlCl3 ബാർ CuCl. കണ്ടോ? എല്ലാ ആളുകളെയും ഞാൻ എഴുതിയിട്ടുണ്ട്. സിമ്പിളാണ്. റിയാക്ഷൻ കഴിയുമ്പോഴേക്കും ബെൻസീൻ റിങ്ങിൽ ഒരു എക്സ്ട്രാ CHO ഗ്രൂപ്പ് കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ തുടങ്ങിയത് ബെൻസീനിൽ നിന്നാണ്, അവസാനിച്ചത് ബെൻസാൽഡിഹൈഡിലാണ്. കണ്ടോ? ഒരു എക്സ്ട്രാ ബെൻസീൻ കൂടി അവിടെ വന്നിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ആൽഡിഹൈഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ സാധനം ബെൻസാൽഡിഹൈഡ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. സിമ്പിളാണ്, പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ കഥ പറയാനൊന്നും ഇല്ലാത്ത വിഷയങ്ങളാണ് അല്ലേ. എങ്ങനെ വന്നു എന്നൊന്നും നമുക്ക് ആലോചിച്ച ഒറ്റയടിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത കുറച്ച് റിയാക്ഷനുകളാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പഠിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഉഴപ്പാൻ പാടില്ല. 1-2 തവണ അങ്ങോട്ട് വായിച്ച് അല്ലെങ്കിൽ 2-3 തവണ ഒരു പേപ്പറിൽ ഒറ്റയ്ക്ക് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ ആൽഡിഹൈഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കീറ്റോണിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ്. ഹെഡിങ് എഴുതിക്കോളൂ. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ്. ഹെഡിങ് എഴുതിയില്ല മക്കളെ? എന്താ എഴുതിയേ? മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ. ഇനി ഞാൻ പറയുന്ന മെത്തേഡുകളിൽ കീറ്റോൺ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ ആൽഡിഹൈഡ് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇനി ഞാൻ പറയുന്ന മെത്തേഡുകളിൽ കീറ്റോൺസിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ഭാഗ്യമായിട്ട് ഞാൻ പറയട്ടെ, 3 മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 3 മെത്തേഡുകളിലൂടെയാണ് കീറ്റോൺ മാത്രം കിട്ടുന്ന റിയാക്ഷൻസ് നമ്മൾ സമീപിക്കുന്നത്. ഒന്നാമത്തത് എഴുതി വെച്ചോ. ഫ്രം ആസിഡ് ക്ലോറൈഡ്. നേരത്തെ പഠിച്ച സെയിം സാധനം തന്നെ. ആരാണ്? ആസിഡ് ക്ലോറൈഡ്, RCOCl എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ. അയാളിൽ നിന്ന് കീറ്റോൺ ഉണ്ടാക്കാൻ ഒരു വഴിയുണ്ട്. 2, നേരത്തെ പഠിച്ച സാധനം തന്നെ. ഫ്രം നൈട്രൈലിൽ നിന്ന്, നേരത്തെ നമ്മൾ സ്റ്റിഫാൻസ് റിഡക്ഷൻ പഠിച്ചല്ലോ, അത് നൈട്രൈലിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് നൈട്രൈലിൽ നിന്ന് കീറ്റോൺ ഉണ്ടാക്കാൻ പോകുന്ന റിയാക്ഷനാണ്. എക്സ്പ്ലെയിൻ ചെയ്യും. 3ാമത്തതും നമ്മൾ പഠിച്ചതാണ്. ഫ്രം ബെൻസീനിൽ നിന്ന് എങ്ങനെ കീറ്റോൺ ഉണ്ടാക്കാം. ബെൻസീനിൽ നിന്ന് എങ്ങനെ കീറ്റോൺ ഉണ്ടാക്കാം. അതിനു മുമ്പ് കീറ്റോണിൻ്റെ ജനറൽ ഫോർമുല എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. RC≡OR' എന്ന് പറയുന്നതാണ് കീറ്റോണിൻ്റെ ജനറൽ ഫോർമുല. ഒരു C≡O ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, അങ്ങനെ പറയേണ്ട, 2 വാലൻസിയും, ഒരു C≡O ഗ്രൂപ്പിന് 2 വാലൻസി ഉണ്ടാകും. ആ 2 വാലൻസിയും കാർബൺ വരണം. ആ 2 വാലൻസിയും ആൽക്കൈൽ ഗ്രൂപ്പോ അറൈൽ ഗ്രൂപ്പോ എന്തായാലും കുഴപ്പമില്ല, കാർബൺ വരണം. എന്നാലാണ് നമ്മൾ അതിന് എന്ത് പേര് വിളിക്കുക? കീറ്റോൺ എന്ന് പേര് വിളിക്കുക. അപ്പോൾ എങ്ങനെ കീറ്റോൺസ് ഉണ്ടാകുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ആളൊന്ന് എടുത്തെഴുതിക്കേ. ഫ്രം ആസിഡ് ക്ലോറൈഡ് എന്നൊന്ന് എടുത്തെഴുതിക്കേ മക്കളെ. ഫ്രം ആസിഡ് ക്ലോറൈഡിൽ നിന്ന് എങ്ങനെയാണ് കീറ്റോൺ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആസിഡ് ക്ലോറൈഡ്, നമ്മുടെ സെയിം പരിപാടി. ആദ്യം നമ്മൾ റിയേജൻറ്റ് പഠിക്കും അല്ലേ. റിയേജൻറ്റ്. ആസിഡ് ക്ലോറൈഡിൽ നിന്ന് കീറ്റോൺ ഉണ്ടാകാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പഠിച്ചോട്ടോ. ഡൈ ആൽക്കൈൽ കാഡ്മിയം. സിമ്പിളാണ്, പേര് കേട്ട് ഞെട്ടരുതേ. ഡൈ ആൽക്കൈൽ കാഡ്മിയം ആണ് നമ്മളിവിടെ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഫോർമുല താഴെ എഴുതി വെച്ചോ. R2CD. സിമ്പിളാണടാ. 2 R ഗ്രൂപ്പ്. ഗ്രൂപ്പിനെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണല്ലോ നമ്മൾ പറയാം. 2 R ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഡൈ ആൽക്കൈൽ എന്ന് പേര് വിളിച്ചത്. CD എന്ന് പറഞ്ഞാൽ ആരാണ്? കാഡ്മിയം. അപ്പോൾ ഡൈ ആൽക്കൈൽ കാഡ്മിയമാണ് റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് റിയാക്ഷൻ ഒന്ന് നോക്കാം. RC≡OCl. ഇതാരാണ് ആള്? ആസിഡ് ക്ലോറൈഡ് അല്ലേ.
ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ഞാൻ ഇനി എന്തുണ്ടാക്കാൻ പോവാണ്? ശ്രദ്ധിച്ച് കണ്ടോളണേ, ഞാൻ കീറ്റോൺ ഉണ്ടാക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യണം? ഞാനിപ്പോൾ പറഞ്ഞ ഈ റിയേജൻ്റ് ആഡ് ചെയ്യണം. റിയേജൻ്റ് ആരാണ്? R2CD ആഡ് ചെയ്യണം. ഈ ആറും ഒന്നാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ R' എന്ന് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. R' എന്ന് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്താണ് R' എന്ന് കൊടുത്താൽ ഈ R ഗ്രൂപ്പ് അല്ലാത്ത വേറൊരു ആൽക്കൈൽ ഗ്രൂപ്പാണത്. അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആവണം എന്ന് നിർബന്ധമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് CH3 ആണെങ്കിൽ ഇത് CH3 ആവാം, CH3 CH2 ആകാം, ആരുമാകാം. ഇത് നമുക്കൊരു എക്സാമ്പിൾ കൂടി ഒന്ന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. ഈ റിയാക്ഷനിൽ ഒരു R2CD, ഒരു ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിന് 2 ആസിഡ് ക്ലോറൈഡുകളെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന 2 എന്നാലും ഞാൻ ആദ്യം തന്നെ ആ 2 ഇട്ട് വെച്ചു. കാര്യം എനിക്കറിയാമല്ലോ ഇവിടെ 2 ആസിഡ് ക്ലോറൈഡ് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ 2 R ഉണ്ട്, 2 CO ഉണ്ട്, 2 Cl ഉണ്ട് അല്ലേ. ഇവിടെ ഉള്ള 2 Clനെ ഈ കാഡ്മിയം ഇവിടെ നിന്ന് തട്ടിയെടുക്കും. അപ്പോൾ ആ കാഡ്മിയത്തിൻ്റെ കൂടെ 2 R ഉണ്ടായിരുന്നു, ആ 2 Rനെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ ഉള്ള 2 ക്ലോറിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഒരു മോളിക്യൂളിൽ 1 ക്ലോറിൻ, അങ്ങനത്തെ 2 മോളിക്യൂളിൽ നിന്ന് 2 ക്ലോറിനെ ഇയാൾ തട്ടിയെടുക്കും. അപ്പോൾ കാഡ്മിയം ക്ലോറൈഡ് കിട്ടും, CdCl2. കാഡ്മിയം ക്ലോറൈഡ് ആണ് ഇവിടുത്തെ ബൈ പ്രൊഡക്റ്റ്. ഇവിടെ എന്ത് സംഭവിക്കും? ഈ Cl നിന്ന സ്ഥലത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് കാഡ്മിയം ഇപ്പോൾ ഒഴിവാക്കിയ R' വന്ന് നിൽക്കും. കാഡ്മിയം എത്ര R' ഒഴിവാക്കിയത്? 2 R' അല്ലേ. R'2 എന്നുണ്ടല്ലോ, ഡൈ ആൽക്കൈലാണല്ലോ, 2 R' ഒഴിവാക്കി. എത്ര ക്ലോറിനാണ് ഇവിടുന്ന് പോയത്? 2 ക്ലോറിനാണ് പോയത്. എങ്ങനെ? ഇതേ 2 ക്ലോറിൻ. ആ 2 ക്ലോറിൻ പോയ സ്ഥലത്തേക്ക് 2 R' അങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാകും റിയാക്ഷൻ എന്നറിയോ? 2RC ഡബിൾ ബോണ്ട് O R' എന്ന് വരും. 2RC ഡബിൾ ബോണ്ട് O R'. ഇവിടെ 2 R' ഉണ്ടായിരുന്നു, ആ 2 R' നിങ്ങൾക്ക് ഇപ്പോഴും കാണാം. 2R' കണ്ടോ, 2R'. അപ്പോൾ ഓരോ R' ഓരോ മോളിക്യൂളിൽ കയറി നിൽക്കും എന്നർത്ഥം. കിട്ടിയ സാധനം അവിടെ നോക്കിക്കേ, കീറ്റോൺ ആണ് അല്ലേ. കീറ്റോണിൻ്റെ ജനറൽ ഫോർമുല ഞാൻ നേരത്തെ അവിടെ എഴുതി വെച്ചതുകൊണ്ട് കിട്ടിയ സാധനം കീറ്റോൺ ആണെന്ന് ഉറപ്പായി. സ്പീഡിലൊരു എക്സാമ്പിൾ എഴുതാം. 2 മോള് CH3C ഡബിൾ ബോണ്ട് O Cl, 2 മോൾ ഉണ്ട് കേട്ടോ, പ്ലസ് R'CD എന്നതിന് പകരം CH3 സിംഗിൾ ബോണ്ട് CH2 ട്വൈസ്, 2 വട്ടം CD അല്ലേ. R'2 എന്നുണ്ടല്ലോ, അപ്പോൾ 2 മോള് ഇവിടെ വേണം, അപ്പോൾ ട്വൈസ് നിട്ടു. ഈ മൊത്തത്തിലുള്ള ഗ്രൂപ്പ് R' എന്നത് ഈ മൊത്തത്തിലുള്ള ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് 2 വട്ടമുണ്ട്, 2 എണ്ണം. പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഈ ക്ലോറിൻ കാഡ്മിയത്തിൻ്റെ കൂടെ പോകും. 2 ക്ലോറിൻ കാഡ്മിയത്തിൻ്റെ കൂടെ പോകുമ്പോൾ പ്ലസ് CdCl2 എന്ന അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ ഉണ്ടായിരുന്ന 2 ആൽക്കൈൽ ഗ്രൂപ്പ് CH3 CH2 എന്ന് പറയുന്ന 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 2CH3 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് CH2 CH3 കാണുന്നുണ്ടല്ലോ. CH2 ആണല്ലോ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അതായത് കാഡ്മിയവുമായി ഡയറക്റ്റ് ലിങ്ക് ഉണ്ടായിരുന്ന CH2 അത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ആ ലിങ്ക് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുക. ആ ലിങ്ക് CH3 അല്ല ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ CH3 എന്നല്ല വരിക. അതെന്തായാലും എൻഡിലല്ലേ CH3 വരുള്ളൂ, മിഡിലിൽ CH2 അല്ലേ വരിക. അപ്പോൾ ഈ CH2ൻ്റെ ലിങ്ക് ആണല്ലോ പോയത്. ആ ലിങ്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായി? CH2 CH3. അപ്പോൾ 2 CH2 CH3 നിങ്ങൾക്ക് ഇവിടെയും കാണാം. 2 CH2 CH3 ഇവിടെയും 2 CH2 CH3. ഇതാണ് ഇതിനെ പറ്റിയ ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്. ഇനി 2 ഭാഗത്തും CH3 എന്ന് മാത്രമാണെങ്കിലും 2 ഭാഗത്തും CH3 CH2 എന്ന് മാത്രമാണെങ്കിലും ഒക്കെ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഡിഫറൻ്റ് ആക്കിയിട്ടാണ് എഴുതിയത്. ഇത് CH3 എന്ന് എഴുതി, ഇത് ഈഥൈൽ എഴുതി, ഇത് മീഥൈൽ, ഇത് ഈഥൈൽ എഴുതി. ഇനി 2ഉം മീഥൈലാവാം, 2ഉം ഈഥൈലാകാം. എങ്ങനെ വന്നാലും റിയാക്ഷൻ സെയിം ആണ്. ആ മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2 ഫ്രം നൈട്രൈൽ. നൈട്രൈലിൻ്റെ ഫോർമുല ഞാൻ നേരത്തെ പഠിപ്പിച്ചല്ലോ. ഫ്രം നൈട്രൈൽ പെട്ടെന്ന് എഴുതിക്കോളൂ. ഫ്രം നൈട്രൈൽ റിയേജൻറ്റ് ആരാ മക്കളെ റിയേജൻറ്റ് എന്നറിയാം? റിയേജൻറ്റ് ഇത് സിമ്പിളാണ്. റിയേജൻറ്റ് നമ്മുടെ ആരാ? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കേട്ടിട്ടുണ്ടാകും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പ്ലസ്
അവസാനത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിസും വേണം, ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇത് ഞാൻ 2 സ്റ്റെപ്പായിട്ട് തന്നെ കാണിച്ചു തരാം. ആദ്യം ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും പിന്നെ ഹൈഡ്രോളിസിസ് സംഭവിക്കുമ്പോൾ അത് കീറ്റോണായി മാറുന്നത് എങ്ങനെയെന്നും കാണിച്ചു തരാം. മകളെ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ജനറൽ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. RMgX എന്നതാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ജനറൽ ഫോർമുല. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ജനറൽ ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നൈട്രയിൽ എഴുതുകയാണേ. ഒരു നൈട്രയിൽ ഞാനിത് RC∧N എന്ന് ഞാനൊരു നൈട്രയിൽ എഴുതുന്നു. RC∧N. അതിലേക്ക് എന്താ ആഡ് ചെയ്യണം? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആഡ് ചെയ്യണം. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് RMgX ആണ്. ഞാനിതിനെ R' എന്ന് വിളിച്ചു. എന്തുകൊണ്ട്? ഈ ആറും ഈ ആറും രണ്ടും ഒന്നാവണം എന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ഒന്നിനെ R എന്നും മറ്റേതിനെ R' എന്നും ഞാൻ വിളിച്ചു. ഇവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ട് ബ്രേക്കേജുകൾ സംഭവിക്കും. C∧N കണ്ടോ? ആ C∧N ഒരു ബോണ്ട് ഈ നൈട്രജനിലേക്ക് അങ്ങോട്ട് പൊട്ടും. ഈ ടൈപ്പ് ഓഫ് ബോണ്ട് ക്ലീവേജിനെ +1 നമ്മൾ ഹെറ്ററോളിസിസ് എന്ന് പേര് വിളിച്ചിട്ടുണ്ട്. അതായത് ഒരു ബോണ്ടിലുള്ള എല്ലാ ഇലക്ട്രോണുകളും ഈ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു ബോണ്ടിലുള്ള എല്ലാ ഇലക്ട്രോണുകളും ഈ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ നൈട്രജന് അപ്പോൾ എന്ത് ചാർജ് വന്നിട്ടുണ്ടാകും? ഈ ചാർജ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ടൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് നല്ലത്. ആ ഒരു നൈട്രജന് ഒരു നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ടാകും. എന്തുകൊണ്ട്? അവിടെയുള്ള മുഴുവൻ ഇലക്ട്രോൺസും ആ നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് അയാൾക്കൊരു നെഗറ്റീവ് ചാർജ് വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജാണ് കാർബണിന് തോന്നുക, ഒരു പോസിറ്റീവ് ചാർജ്. എന്തുകൊണ്ട്? അവിടെയാണ് നഷ്ടം കിടക്കുന്നത്. മുഴുവൻ ഇലക്ട്രോണും നൈട്രജനിലേക്ക് പോയി. അപ്പോൾ കാർബണിൻ്റെ ഒരു വാലൻസി കുറവ് വന്നു. അതുകൊണ്ടാണ് കാർബണിൽ പോസിറ്റീവ് ചാർജ് വരാൻ കാരണം. ഇവിടെ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ആയി. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലും ഇനി തയ്യാറെടുപ്പുകൾ വരണം. അതായത് R'∧MgX എന്നതും ഹെറ്ററോളിസിസിലൂടെ പൊട്ടാൻ പോവാണ്. R'∧MgX എന്നതും ഹെറ്ററോളിസിസിലൂടെ പൊട്ടാൻ പോവാണ്. എങ്ങനെയാണെന്ന് അറിയോ? ഈ Rഉം MgXും തമ്മിലുള്ള ബോണ്ട് Rലേക്ക് പൊട്ടും, R' പൊട്ടും. R എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെയാണ് പറയണതാണ്. ഇവിടെ R' ആണ്. R' എന്തുകൊണ്ടാണ് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ബോണ്ട് R' പൊട്ടുന്നത്. അപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് ഇലക്ട്രോൺസ് R' വരുന്നു എന്ന് പറഞ്ഞാൽ ഈ R' ഒരു നെഗറ്റീവ് ചാർജും MgX എന്നതിന് ഒരു പോസിറ്റീവ് ചാർജും ഫീൽ ചെയ്യും. ഇതാണല്ലോ ടോട്ടൽ ഇവിടെ നടക്കുന്ന ഈ ഇലക്ട്രോൺ ബോണ്ടുകളുടെ പൊട്ടലുകൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്നുകൂടെ പറയുന്നു, കാർബൺ∧N എന്നതിലെ ഒരു ബോണ്ട് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ബോണ്ടിലുള്ള മുഴുവൻ ഇലക്ട്രോണും നൈട്രജനിലേക്കാണ് പോണത്. അപ്പോൾ നൈട്രജൻ ഒരു ലാഭവും കാർബണിനൊരു നഷ്ടവും തോന്നും. ലാഭത്തിൻ്റെ കണക്കിനെ കെമിസ്ട്രിയിൽ നെഗറ്റീവ് എന്നും നഷ്ടത്തിൻ്റെ കണക്കിനെ കെമിസ്ട്രിയിൽ പോസിറ്റീവ് എന്നും പറയും. വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നൈട്രൈൽ ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ചെയ്യുകയാണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ ആൽക്കൈൽ ഗ്രൂപ്പും MgXും തമ്മിലുള്ള ബോണ്ട് ഹെറ്ററോളിസിസ് സംഭവിക്കുന്നു. ഹെറ്ററോളിസിസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബോണ്ടും ഒരാളിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഹെറ്ററോളിസിസ്. ഈ ബോണ്ടിലെ 2 ഇലക്ട്രോണുകളും ഈ ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് R' എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ നഷ്ടലാഭങ്ങളുടെ കണക്ക് ഇവിടെയും ബാധകമാണ്. ആർക്കാണ് ലാഭം? R'-നാണ്, ആൽക്കൈൽ ഗ്രൂപ്പിന്. ലാഭത്തെ നെഗറ്റീവായിട്ടും മഗ്നീഷ്യം അതായത് MgXന് നഷ്ടം പോസിറ്റീവായിട്ടും കാണിച്ചു. അപ്പോൾ ഇവിടെ 3 ബോണ്ടിൽ 1 പോയുള്ളൂ, ബാക്കി 2 ഇവിടെ ഉണ്ട്. ശരിയല്ലേ? 3 ബോണ്ടിൽ 1 പോയുള്ളൂ, ബാക്കി 2 അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ആകെ ഒരു ബോണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവർ 2 പേരും ഇപ്പോൾ സെപ്പറേറ്റായി. ഇവർ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് ഇനി ഈ മോളിക്യൂളിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതാണ് ഞാൻ ഇനി കാണിക്കുന്നത്. RC∧N. എന്തുകൊണ്ടാണ് ഡബിൾ ബോണ്ട് ആയത്? ഇവിടെ ഉണ്ടായിരുന്ന ട്രിപ്പിൾ ബോണ്ട് പൊട്ടി. ഇപ്പോൾ ഈ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? ആ പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ നെഗറ്റീവ് ചാർജുള്ള ആൾ വന്നു നിൽക്കും. എന്താ പറഞ്ഞേ? കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഇപ്പോൾ ഇവിടെ. പക്ഷെ ഞാൻ ആ പോസിറ്റീവ് ചാർജ് എഴുതുന്നില്ല. എന്തുകൊണ്ട്? അതിലേക്ക് ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വന്നു നിൽക്കും. അതാണല്ലോ ഒരു ലോകത്തിൻ്റെ ധാർമ്മികമായ വശം. നെഗറ്റീവ് ചാർജുള്ള ആളിലേക്ക് പോസിറ്റീവ് അയോണും പോസിറ്റീവ് ചാർജുള്ള അയോണിലേക്ക് നെഗറ്റീവ് അയോണുമാണല്ലോ വന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ കാർബണിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടുത്തെ നെഗറ്റീവ് ചാർജുള്ള പാർട്ട് അതാരാണ്? ഈ R' എന്ന ആളാണ് ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ആൾ. അത് ഈ കാർബണിലേക്ക് ബോണ്ട് ഉണ്ടാക്കും.
അപ്പോൾ ഒരു പുതിയ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പഴയ അയോണുകൾ, അവരുടെ പഴയ ചാർജുകളൊന്നും നമ്മൾ കാണൂല. ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ഈ R' ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജൊക്കെ അവരുടെ ബോണ്ട് ഉണ്ടാക്കുന്നതോടുകൂടെ തീർന്നു. നൈട്രജന് നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. അതിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ അതാരാണ്? Mgx അല്ലേ? Mgx ഈ നൈട്രജനിലേക്ക് വരും. അപ്പോൾ ഞാനിവിടെ നൈട്രജൻ്റെ കൂടെ Mgx എന്ന് എഴുതുകയാണ്, Mgx. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, Mgxന് ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവർ ആ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻ കാരണം ഒന്നായി കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് എന്തില്ല? ഇനി അവർക്ക് ചാർജൊന്നും ഇല്ല. ആരോമാർക്കിന് മുകളിൽ H3O+. ആരാടാ H3O+? H3O+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈഡ്രോളിസിസ്. ഇവിടെ ഹൈഡ്രോളിസിസ് നടത്തണം എന്ന് പറഞ്ഞല്ലോ. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഈ NMgX മുഴുവനായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും. ആര്? NMgX എന്ന ഈ ഒരു മുഴുവൻ സംഭവങ്ങൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പകരം ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ വരും. അപ്പം എങ്ങനെയുണ്ട്? RC ഡബിൾ ബോണ്ട് NMgX എന്നല്ല ഉണ്ടായിരുന്നത്, പകരം ഒരു ഓക്സിജൻ വരും, താഴോട്ട് ഒരു R' വരും. കിട്ടി? നമ്മുടെ റിയാക്ഷൻ കഴിഞ്ഞു. ബൈ പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. RC ഡബിൾ ബോണ്ട് R' അല്ലേ? അതന്നെയല്ലേ ഇത്? RC ഡബിൾ ബോണ്ട് R'. ഇത് നേരെ എഴുതി, മറ്റേതൊന്ന് ചെരിച്ചെഴുതിയെന്നേ ഉള്ളൂ. നേരെ എഴുതിയാലും ചെരിച്ചെഴുതിയാലും കീറ്റോണ് തന്നെയല്ലേ? നമ്മൾ നേരെ നിൽക്കുമ്പോൾ ഒരു പേരും കിടക്കുമ്പോൾ നമുക്ക് വേറെ പേരൊക്കെ ഉണ്ടോ? കീറ്റോൺ ഇങ്ങനെ നിന്നാലും കീറ്റോണ് തന്നെ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു വിട്ടോ. നൈട്രൈൽ ഗ്രൂപ്പിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും എന്നുള്ളത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഇവിടെ എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. R' പോസിറ്റീവ് നെഗറ്റീവ് ചാർജും Mgxന് പോസിറ്റീവ് ചാർജും ആയിരിക്കും. അതുപോലെ ഈ കാർബണിന് പോസിറ്റീവ് ചാർജും ഈ നൈട്രജന് നെഗറ്റീവ് ചാർജും ആയിരിക്കും. അപ്പോൾ പോസിറ്റീവിനെ നെഗറ്റീവിലേക്കും നെഗറ്റീവിനെ പോസിറ്റീവിലേക്കും, എങ്ങനെ? പോസിറ്റീവിനെ നെഗറ്റീവിലേക്കും ഇവിടുത്തെ നെഗറ്റീവിനെ ഇവിടുത്തെ പോസിറ്റീവിലേക്കും ആഡ് ചെയ്ത് എഴുതിയാൽ ഈ ഇൻ്റർമീഡിയറ്റ് കിട്ടും. അതിലേക്ക് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ H3O+. NMgX എന്ന മുഴുവൻ പോർഷനും ഇവിടുന്ന് നോക്ക്ഡ് ഔട്ട്, പകരം ആര് വരും? ഓക്സിജൻ വരും. കിട്ടിയ സാധനം കീറ്റോണാണ്. പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണിലെ 1 കഴിഞ്ഞു ആസിഡ് ക്ലോറൈഡ്, 2 കഴിഞ്ഞു ഫ്രം നൈട്രൈൽ, അത് രണ്ടും നിങ്ങൾ പഠിച്ചു. മൂന്നാമത്തത് ഫ്രം ബെൻസീൻ. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതാണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഫ്രം ബെൻസീൻ. റിയേജൻറ്റ് പഠിച്ചോട്ടെ മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. റിയേജൻറ്റ് ശരിക്കും പഠിച്ചോളണേ. റിയേജൻറ്റ് RC ഡബിൾ ബോണ്ട് OCl ബാർ ആൻഹൈഡ്രസ് AlCl3. എവിടൊക്കെയോ കണ്ടു പരിചയമുള്ളൊരു റിയേജൻ്റാണ് ഇദ്ദേഹം. RC ഡബിൾ ബോണ്ട് OCl ബാർ ആൻഹൈഡ്രസ് AlCl3. ഈ റിയാക്ഷന് ഒരു പേര് വിളിക്കും. ആ റിയാക്ഷൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരാൻ ഞാൻ ഈ ചിത്രം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതല്ലേ ബെൻസീൻ. ബെൻസീനിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് ആവശ്യമുള്ള കീറ്റോൺ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബെൻസീൻ എന്ന് നിങ്ങൾ കണ്ടു, ആരോ മാർക്ക് കുറച്ചുകൂടെ നീട്ടി വരയ്ക്കട്ടെ. ആരോ മാർക്ക്. റിയേജൻറ്റുകളെ കാണാൻ പോവാണ്. റിയേജൻ്റ് ആരാണ്? RC ഡബിൾ ബോണ്ട് OCl താഴെ ആൻഹൈഡ്രസ് AlCl3. ഈ താഴെ എഴുതലും നേരെ എഴുതലും തമ്മിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല കേട്ടോ. RC ഡബിൾ ബോണ്ട് OCl ബാർ ആൻഹൈഡ്രസ് AlCl3 എന്ന് എഴുതിയാലും അതിനെ പിടിച്ച് താഴെ എഴുതിയാലൊക്കെ ഒരേപോലെ തന്നെയാണ്. അതിലോർത്തൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ. ഇത് ഇപ്പം നിങ്ങൾ എഴുതുന്നില്ല, ഇത് എഴുതാൻ വല്ല ഞാനിപ്പോൾ വരച്ചത് നിങ്ങൾക്ക് ഒരു ഓർമ്മ വരാനാണ്. മക്കളെ, ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ആസിഡ് ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻഹൈഡ്രസ് AlCl3 ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള റിയാക്ഷനെ നമ്മളൊരു പേര് വിളിച്ചിട്ടുണ്ട് +1. ഇറ്റ് ഈസ് കോൾഡ് ഫ്രിഡൽ ക്രാഫ്റ്റ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഓർമ്മ വന്നു. ഇറ്റ് ഈസ് കോൾഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. അപ്പോൾ അടുത്ത പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. മക്കളെ, ഈ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷനിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കിക്കോട്ടോ.
ഞാൻ ഈ ബെൻസീൻ റിങ്ങിൽ വിരൽ വെക്കുന്നിടത്ത് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഇത് ഞാൻ ഈ വിരൽ വെക്കുന്നിടത്ത് നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പൊസിഷനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. പക്ഷെ നിങ്ങളവിടെ കാണേണ്ടത് ഒരു കാർബണും ഒരു ഹൈഡ്രജനുമാണ്. എങ്ങനെ? ഒരു കാർബണും ഒരു ഹൈഡ്രജനും. അതായത് ബെൻസീനിൻ്റെ ഫോർമുല C6H6 എന്നാണല്ലോ. C6H6. അതായത് ഓരോ പൊസിഷനിലും ഓരോ കാർബൺ ഹൈഡ്രജനുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇത് CH, ഇത് CH, ഇത് CH, ഇത് CH, ഇത് CH, ഇത് CH. അങ്ങനെ 6 CH ഗ്രൂപ്പുകൾ കൂടി ചേർന്നാണ് ബെൻസീനിൻ്റെ ഫോർമുല C6H6 എന്നായത്. ഇതെന്താണ്? C6H6 എന്നാണ് ബെൻസീൻ്റെ ഫോർമുല. അപ്പോൾ ഞാൻ ഈ വിരൽ വെച്ചെടുക്കുന്ന ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, നിങ്ങളതിനെ കാണുന്നില്ല. കാരണം നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുലയാണ്. ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുലയിൽ കാലങ്ങളായിട്ട് നമ്മൾ എന്ത് പറയാറില്ല? ഹൈഡ്രജനെയും കാർബണെയും നമ്മൾ പറയാറില്ല, കാണിക്കാറില്ല. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ഒരു ഹൈഡ്രജൻ ഈ കോമ്പൗണ്ടിലെ ക്ലോറിനുമായിട്ട് ഒരു ചെറിയ ഡിങ്കോൾഫി, ഇവിടെയുള്ള ഹൈഡ്രജന് ഈ കോമ്പൗണ്ടിലെ ഹൈഡ്രജനുമായിട്ട്, നിങ്ങൾക്ക് പൊസിഷൻ മനസ്സിലാവണില്ലേ? അതായത് ഇവിടെയുള്ള ഹൈഡ്രജന് ഇവിടെയുള്ള ക്ലോറിനുമായിട്ട് HCl ആയിട്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. HCl, ആ ഹൈഡ്രജൻ ഈ ക്ലോറിനെ കയറി പിടിക്കും, അത് HCl ആവും. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഇവിടെ ഈ ഹൈഡ്രജൻ പോയല്ലോ. അപ്പോൾ ആ ഹൈഡ്രജൻ പോയ ഒരു പൊസിഷൻ അവിടെ വാലൻസ് ഒരു എന്തുണ്ട്? ബാലൻസ് ഉണ്ട്. ഒരു കാർബണിൻ്റെ ഒരു വാലൻസി കുറവുണ്ട് അല്ലേ? കാരണം അവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ പോയി. അപ്പോൾ ഇനി ഇവിടെ എന്തേ ഉള്ളൂ? C6H5 ഉള്ളൂ അല്ലേ? C6H5 ഉള്ളൂ. അതിലേക്ക് ഫോർമുല ഞാനിപ്പോൾ മാറ്റും കേട്ടോ. ഇനി ഞാൻ ഒരാളും കൂടി ആഡ് ചെയ്യും, അപ്പോൾ ഈ ഫോർമുല മാറുമല്ലോ. അതിലേക്ക് ഇവിടെയുള്ള RC ഡബിൾ ബോണ്ട് O, അതായത് ഇവിടുന്ന് ക്ലോറിൻ അങ്ങോട്ട് പോയല്ലോ. ക്ലോറിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ള ഒരാൾ RC ഡബിൾ ബോണ്ട് O എന്നതാണ്. ക്ലോറിൻ പോയാൽ ഈ കാർബണിൻ്റെ ഒരു ബാലൻസ് ഇപ്പോൾ കുറവുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഈ ക്ലോറിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി, എന്നിട്ട് ആ ലിങ്കിനെ ഞാനിങ്ങോട്ട് പിടിച്ചു. ക്ലോറിനാണ് പോയപ്പോൾ ആ ലിങ്ക് ഞാനങ്ങോട്ട് പിടിച്ചു. ആ ലിങ്കിനെ നേരെ കറക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എവിടെ നിന്നാണോ ബോണ്ട് പോയത്, ആറ്റം പോയത്, അവിടെയാണ് ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലിങ്ക് പിടിച്ച് ഇങ്ങനെ കുത്തി വെച്ചതാണ് ഇവിടെ. അപ്പോൾ അതെന്തായി? C ഡബിൾ ബോണ്ട് O R എന്നായി അല്ലേ? ഈ C ഡബിൾ ബോണ്ട് O Rനെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ ഫോർമുല മാറി. ഇയാളുടെ ഫോർമുല ഇനി എന്താണെന്നുള്ളതൊന്നും നമ്മൾ എഴുതാൻ പോണില്ല. ഞാനത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സൂക്ഷിച്ചു നോക്കൂ മക്കളെ. C ഡബിൾ ബോണ്ട് O എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും, അതായത് അതിൻ്റെ രണ്ട് വാലൻസിയും കാർബണിലേക്കാണ്. ഞാൻ വളരെ മനഃപൂർവ്വമാണ് ഇവിടെ ആ ഡയലോഗ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. R എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ R കാണാനില്ലല്ലോ, അപ്പോൾ പിന്നെ ഇനി അത് കീറ്റോൺ ആവോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്ത വരാതിരിക്കാനാണ് ഞാൻ നേരത്തെ ആ ഡയലോഗ് പറഞ്ഞത്. C ഡബിൾ ബോണ്ട് Oയുടെ രണ്ട് വാലൻസിയും കാർബൺ ആവണം. ഈ C ഡബിൾ ബോണ്ട് Oയുടെ ഈ വാലൻസി കാർബൺ ആണ്. കാർബൺ ഉള്ള ആളുകളെയാണല്ലോ ആൽക്കിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക, R. താഴെയും കാർബൺ ആണ് അല്ലേ? ബെൻസീൻ റിങ്ങിലെ ഹൈഡ്രജൻ പോയ ആ കാർബണിലേക്കാണ് ഇവിടെ ബോണ്ട് ഉണ്ടായത്. കഴിഞ്ഞു. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോണും ഇവിടെ തീരുന്നു. 3 വിധത്തിലാണ്. ഒന്ന്, ഫ്രം ആസിഡ് ക്ലോറൈഡ് ബൈ യൂസിങ് ഡൈ ആൽക്കൈൽ കാഡ്മിയം. 2, ഫ്രം നൈട്രൈൽ. 2, ഫ്രം നൈട്രൈൽ ബൈ യൂസിങ് Grignard reagent ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. 3, ഫ്രം ബെൻസീൻ ബൈ യൂസിങ് RC ഡബിൾ ബോണ്ട് OCl എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ് തന്നെ ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് Cl3. ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആസ് വി സ്റ്റഡിഡ് ഏർലിയർ. പണ്ട് പഠിച്ചതുപോലെ നിങ്ങൾക്കത് ഓർമ്മയൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമായി എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്.